ശ്രീ സജീവ് ജോസഫ്. സർ, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മലയോര മേഖലകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ റോഡാണ് മലയോര ഹൈവേ. സർ, ഈ മലയോര ഹൈവേയുടെ ഭാഗമായ നുച്ചാട് പാലം എൻ്റെ മണ്ഡലത്തിലെ പാലമാണ്. ആ ഇടുങ്ങിയ പാലം, അതിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സർ ഈ സബ്മിഷൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഭരണാനുമതി പുതുക്കുന്നതിന് വേണ്ടിയുള്ള റീവാലിഡേഷന് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. സർ, ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. മലയോരങ്ങളെ ബന്ധിപ്പിക്കുന്നതും താലൂക്ക് ആസ്ഥാനത്തേക്കുള്ളതും വിവിധ 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ഈ റോഡിൻ്റെ നിർമ്മാണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൂർത്തിയായിട്ടുണ്ടെങ്കിലും പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഗുരുതരമായിട്ടുള്ള ഗതാഗത കുരുക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. മാത്രമല്ല, പഴയ പാലം ജീർണിച്ച അവസ്ഥയാണുള്ളത്. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി. സർ, നുച്ചാട് പാലത്തിൻ്റെ നിർമ്മാണം സാധ്യമാക്കണമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശ്രീ സജീവ് ജോസഫ് ബഹുമാന്യനായ MLA ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഹിൽ ഹൈവേ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലം നിർമ്മാണം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിഫ്ബി ഗൈഡ് ലൈൻസ് പ്രകാരം പാലത്തിൻ്റെ വീതി 12.5 മീറ്റർ, കാരേജ് വേ വിഡ്ത്ത് 9 മീറ്റർ, 2 സൈഡ് ഫുട്പാത്ത് 1.5 മീറ്റർ. ഇതാണ് ആവശ്യം. ഈ വിഷയത്തെ തുടർന്ന് ഡിസൈൻ പുതുക്കേണ്ട സാഹചര്യം ഉണ്ടായി. കിഫ്ബി മാർഗനിർദ്ദേശ പ്രകാരമുള്ള പുതുക്കിയ ഡിസൈൻ പാലങ്ങൾ വിഭാഗം, പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം സമർപ്പിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്നതിന് 2 കോടി രൂപ ഉൾപ്പെടെ 7,90,00,000 രൂപ ഉള്ള എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ധനകാര്യ വകുപ്പിൻ്റെ അനുമതിയോടെയാണ് ഇപ്പോഴത്തെ എസ്റ്റിമേറ്റിന് നമുക്ക് അനുമതി നൽകി മുന്നോട്ട് പോകാനാവുക. നുച്ചാട് പാലം നിർമ്മാണം സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിർദ്ദേശം ധനകാര്യ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ധനകാര്യ വകുപ്പിൻ്റെ തീരുമാനത്തിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാം.